മഫ്ലാത്തും ഉണ്ടാക്കാം. അതിന് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ നെയ്യ് മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി 1/2 കപ്പ് അതിലേക്ക് റവ ഇട്ട് കൊടുക്കുക. ഇത് വറുത്തോ വറുക്കാത്ത റവയിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലേക്കാണ് ഇരിക്കുന്നത് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിടാം. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് പൊടിക്കൊന്നും വേണ്ട കേട്ടോ, അല്ലാതെ ഇട്ട് കൊടുത്താൽ മതി. 1/2 കപ്പ് പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ 1 മിനിറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് പാൽപ്പൊടി. ലോ ടു മീഡിയം ഫ്ലെയിമിലായിട്ടൊക്കെ കിടക്കുന്നത്. ഇത് നമുക്കൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് തീ കൂട്ടിയിടരുത്, അപ്പോൾ കരിഞ്ഞു പോകും കേട്ടോ. നമുക്കതിലേക്ക് 1 സ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അല്പം പഞ്ചസാര കൂടി പൊടിച്ചാണ് കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിടണം, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. നമുക്ക് അതിലേക്ക് 1/4 കപ്പ് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നീളത്തിലരിഞ്ഞ കുറച്ച് ബദാമും കുറച്ച് പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിസ്തയും ബദാമും നീളത്തിൽ കട്ട് ചെയ്തു. അത് നമുക്ക് 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ കയ്യിൽ നട്ട്സ് വാങ്ങിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ഇത് 2 ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്, ഒന്നുകൂടി ആവുന്നത്. ഇപ്പം ഞാൻ അല്പം ലോ ഫ്ലെയിമിൽ നിന്ന് അല്പം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ മീഡിയത്തിലല്ല, ലോ ഫ്ലെയിമിലല്ല, അതിൻ്റെ ഇതായിട്ട് ലോ ഫ്ലെയിമിൽ നിന്ന് അല്പം കൂടി കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കണം, കരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ. ആ നട്ട്സൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ അല്പം കൂട്ടിയിട്ടത് കേട്ടോ. ചൂട് കൂടി തുടങ്ങിയാൽ അപ്പോൾ ഒന്നുകൂടി ലോ ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ കണ്ടല്ലോ, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണേ. നമുക്ക് ഇളക്കി ഇത് നമ്മുടെ ഈ പാനിന് വിട്ട് പോകണം. അത്രയും നേരം ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്നാവുള്ളൂ. നമ്മൾ ഒഴിച്ചെടുത്ത് പാലൊക്കെ വറ്റി നമ്മുടെ പാനിൽ നിന്ന് വിട്ട് പോരണം കേട്ടോ. അതുവരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒഴിച്ചെടുത്ത് പാലൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മൾ പാനിൽ നിന്ന് വിട്ട് പോരാറായിട്ടുണ്ട്. 2 സെക്കൻഡ് കൂടി ഇളക്കി ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ റെഡി ആവും കേട്ടോ. കണ്ടതേ വിട്ട് പോകാറില്ല. ഇതുപോലെ വിട്ട് പോകുന്ന സമയത്ത് നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് പോന്നിട്ടുണ്ട്. ഇതേതാവുമ്പോൾ നമുക്ക് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ പാത്രം, നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് നട്ട്സ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഗാർണിഷ് ചെയ്യാൻ. എന്നിട്ട് ഇനി നമുക്കതിലേക്ക് ഇതിട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുകളിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ നമ്മളെല്ലാം പ്രസ് ചെയ്തതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ മുകളിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്തയും ബദാമും കൂടി ഇതുപോലെ നീളനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പം സെറ്റ് ആവുന്നത് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇത്
അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ഞാൻ കട്ട് ചെയ്തേക്കണത്. അത് കഴിഞ്ഞ് നമുക്കത് എടുക്കാം, പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ അഫ്ലാത്തൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.